വെൽക്കം ടു മെട്രോ മാറ്റിനി. ഒരു കാലത്ത് മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി, ജയറാം, ദിലീപ് എന്നിവരായിരുന്നു മലയാള സിനിമയുടെ അമരക്കാരനായിരുന്നത്. എന്നാൽ ഒരു സാധാരണ മിമിക്രി കലാകാരനിൽ നിന്ന് ഉയരങ്ങൾ കീഴടക്കി മലയാള സിനിമയുടെ മുൻനിരയിലെത്താൻ ദിലീപിന് അധികകാല താമസം വേണ്ടി വന്നില്ല. സൂപ്പർ താരചിത്രങ്ങൾ പലതും നിലംപൊത്തിയപ്പോഴും പ്രേക്ഷകരെ, പ്രത്യേകിച്ച് കുടുംബ പ്രേക്ഷകരെ തിയേറ്ററുകളിൽ എത്തിച്ചേരുന്ന ദിലീപിന്റെ ചിത്രങ്ങൾക്ക് വലിയ പങ്കുണ്ട്. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി നിരവധി വിവാദങ്ങളുടെ താരത്തിന് കടന്നു പോകേണ്ടി വന്നുവെങ്കിലും ദിലീപ് എന്ന നടനെ സ്നേഹിക്കുന്നവർ നിരവധിയാണ്. തുടർച്ചയായി 13 ഹിറ്റ് സിനിമകൾ സമ്മാനിച്ചുകൊണ്ട് അദ്ദേഹം പുതിയ റെക്കോർഡുകളും സൃഷ്ടിച്ചു. നടി ആക്രമിക്കപ്പെട്ട സംഭവത്തോടെ അദ്ദേഹത്തിന് ജനപ്രീതിയിൽ ഒരിടിവ് സംഭവിക്കുകയും ചെയ്തു. ഇപ്പോഴത്തെ നടിയെ ആക്രമിച്ച കേസിൽ അതിജീവിതയ്ക്കൊപ്പം നിന്നതിനെക്കുറിച്ചും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു യൂട്യൂബറുടെ ആരോപണത്തെക്കുറിച്ചും വെളിപ്പെടുത്തിയിരിക്കുകയാണ് സംവിധായകൻ ആലപ്പി അഷ്റഫ്. ഞാൻ 2 വർഷം ദിലീപിന്റെ പിറകെ ഡേറ്റിന് വേണ്ടി നടന്നിരുന്നെന്നും അത് കൊടുക്കാത്തതിന്റെ വൈരാഗ്യം കൊണ്ടാണ് ഞാൻ നടിയുടെ ഒപ്പം നിന്നതെന്നുമാണ് ഒരു യൂട്യൂബറുടെ ആക്ഷേപം. ജീവിതത്തിൽ 2 വർഷം പോയിട്ട് 2 മിനിറ്റ് പോലും ഞാൻ ദിലീപുമായി സംസാരിച്ചിട്ടില്ല. ഈ സത്യം ദിലീപിനും അറിയാം. വ്യക്തിപരമായി ദിലീപുമായി എനിക്ക് വൈരാഗ്യവുമില്ല, ബന്ധവുമില്ല. നീതിക്ക് വേണ്ടി അതിജീവിതയ്ക്കൊപ്പം നിന്നത് എന്റെ നിലപാടാണ്. ഈ യൂട്യൂബർക്ക് ബാക്കിയുള്ള കാര്യങ്ങൾക്ക് മറുപടി കൊടുക്കാൻ ഞാൻ നിയമപരമായി നീങ്ങുന്നുണ്ട്. നേർവഴിയിലൂടെ സഞ്ചരിച്ചാൽ ഒരുപാട് പ്രതിസന്ധികളെ നേരിടേണ്ടി വരും, ഒരുപാട് കല്ലുമുള്ളും ചവിട്ടേണ്ടി വരും. അതാണ് ജീവിതം. പക്ഷേ ഒരു കാര്യമുണ്ട്, ലഭിച്ച ഒന്നിലും അഹങ്കരിക്കരുത്. കാരണം നേടാനെടുത്ത സമയത്തിന്റെ ഒരു അംശം വേണ്ട എല്ലാം നഷ്ടപ്പെടാനെന്നും അദ്ദേഹം പറഞ്ഞു. സംവിധായകൻ ലാൽ ജോസിനെ കാണാൻ പോയപ്പോഴുണ്ടായ തന്റെ അനുഭവത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയ വീഡിയോയിലാണ് അദ്ദേഹം ദിലീപിനെ കുറിച്ച് സംസാരിക്കുന്നത്. ഇതിനിടെ ഒരു സിനിമയുടെ ഡേറ്റുമായി ബന്ധപ്പെട്ട് മോഹൻലാലിനെ സമീപിച്ചപ്പോൾ അദ്ദേഹം വലിയ താല്പര്യം പ്രകടിപ്പിച്ചതും പിന്നീട് ചെന്നപ്പോൾ ഒഴിവാക്കിവിട്ട കാര്യം ആലപ്പി അഷ്റഫ് പറയുന്നുണ്ട്. പണ്ടൊരു സംഭവം നടന്നിരുന്നു. ഏഷ്യനെറ്റ് വിട്ട ശേഷം ശശികുമാർ സാർ ഹിന്ദിയിൽ ഒരു പടം ചെയ്തു. പിന്നെ മോഹൻലാലിനെ വെച്ച് ഒരു മലയാള സിനിമ ചെയ്യണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം. സക്കറിയുടേതായിരുന്നു എഴുത്ത്. അങ്ങനെ ഞാൻ ലാലിനെ കാണാൻ ചെന്നു. കാര്യം പറഞ്ഞപ്പോൾ ലാൽ വല്ലാതെ എക്സൈറ്റഡ് ആയി. അണ്ണാ, നമുക്ക് ഈ പടം ചെയ്യണം, ഇവരുടെ കൂടെയൊക്കെയല്ലേ പടം ചെയ്യേണ്ടത്, ധൈര്യമായി മുന്നോട്ട് പോവാമെന്നായിരുന്നു ലാൽ പറഞ്ഞത്. എന്നാൽ പിന്നീട് ഡേറ്റിനായി ലാലിന്റെ അടുത്ത് ചെന്നപ്പോൾ അദ്ദേഹം വലിയ താല്പര്യം കാട്ടിയില്ല. പലതും പറഞ്ഞ് ഒഴിവാക്കി വിടുകയായിരുന്നു. ഞാൻ ചക്കരയെ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇനി അത് നോക്കണ്ട, വലിയൊരു ബോംബ് വീണെന്ന്. തിരുവനന്തപുരത്തുള്ള പഴയ സംവിധായകൻ ലാലിനോട് ഓരോന്ന് പറഞ്ഞ് ബ്രെയിൻ വാഷ് ചെയ്തിരുന്നു. ലാൽ എപ്പോഴും അങ്ങനെയാണ്. കൂടെയുള്ളവർ പൊടിപ്പും തൊങ്ങലും വെച്ച് ഓരോന്ന് പറയും. ലാൽ അത് പാടെ വിശ്വസിക്കും. അങ്ങനെയാണ് ആ പടം മുടങ്ങിപ്പോയതെന്നാണ് ആലപ്പി അഷ്റഫ് പറഞ്ഞത്. You're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.